നമസ്കാരം. ഏവർക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാളെ കർക്കിടക മാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട സർവമഹാശക്തികളും നിറഞ്ഞു നിൽക്കുന്ന അതിപ്രധാനമായ ദിവസമാണ്. സാക്ഷാൽ ആഷാഢ മാസ പൗർണമി. അതെ, ജഗദ്ഗുരുക്കളുടെ അനുഗ്രഹം ചൊരിയുന്ന പരമപവിത്രമായ ഗുരുപൂർണിമ ദിനം. നാളെ രാത്രി ഞാൻ ഈ പറയാൻ പോകുന്ന അപൂർവ മുഹൂർത്തത്തിൽ ഏവരും ആകാശത്തേക്ക് നോക്കി സാക്ഷാൽ ചന്ദ്രദേവനെ തൊഴുത് പ്രാർത്ഥിക്കണം. കേട്ടോ, എല്ലാവർക്കും ഈ അപൂർവ ദർശനം ലഭിക്കണമെന്നില്ല. കാണാൻ കഴിയുന്നത് നിങ്ങളുടെ പൂർവ്വജന്മ സുഹൃതമാണ്. എന്തെന്നാൽ നാളെ ആകാശത്ത് ശോഭിച്ചു വരുന്നത് വെറും ഒരു ചന്ദ്രനല്ല, സാക്ഷാൽ അമ്മ മഹാമായ സർവശക്തി സ്വരൂപിണി പൊന്നുഭഗവതിയായ മഹാലക്ഷ്മി ദേവിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സകലവിധ ദോഷദുരിതങ്ങളും ആദിവ്യാധികളും ഈ കർക്കിടകത്തോടെ വേരോടെ പിഴുതെറിഞ്ഞ് ചിങ്ങപ്പുലരിയെ മഹാ ഐശ്വര്യവർഷമാക്കി മാറ്റാൻ ഈ ദർശനം നിങ്ങളെ സഹായിക്കും. ചന്ദ്രനെ ദർശിക്കേണ്ട കൃത്യമായ മുഹൂർത്തവും ആ സമയം കയ്യിൽ കരുതേണ്ട പൂജാവസ്തുക്കളും ചൊല്ലേണ്ട മഹാമന്ത്രവും ഞാൻ പറഞ്ഞു തരാം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എല്ലാവർക്കും ഈ ദർശനയോഗം ലഭിക്കില്ല. ഭഗവതിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട അപൂർവം ചിലർക്ക് മാത്രമേ ആ ദിവ്യകാന്തി കാണാൻ സാധിക്കൂ. അല്ലാത്തവർ എത്ര ശ്രമിച്ചാലും ആകാശത്ത് മേഘം വന്ന് മൂടുകയോ കാണാൻ പറ്റാതെ വരികയോ അല്ലാത്ത പക്ഷം നിങ്ങൾ കാര്യം മറന്നു പോവുകയോ ചെയ്യും. അതുകൊണ്ട് ഇതൊരു സാക്ഷാൽ ഭഗവതിയുടെ അരുളപ്പാടായി നിമിത്തമായി കരുതി എല്ലാവരും നാളെ കൃത്യമായി അലാറം വെച്ച് ആ സമയത്ത് തന്നെ പോയി തൊഴുക. സകല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും. ദീർഘിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കുക, ഈ ആഷാഢ പൗർണമി എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ സകല അന്ധകാരങ്ങളെയും അനർത്ഥങ്ങളെയും ആറ്റിക്കുറുക്കി നീക്കിത്തരുന്ന അത്യപൂർവ പൗർണമിയാണ്. ഈ പുണ്യദിനത്തിൽ പൂർണ്ണചന്ദ്രനെ നോക്കി വന്നിച്ച് ഏതാഗ്രഹം പ്രാർത്ഥിച്ചാലും അത് തൽക്ഷണം സാധിച്ചു കിട്ടുമെന്നാണ് പ്രമാണം. അതുകൊണ്ട് തന്നെ ഈ പൗർണമിക്ക് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ പൗർണമി എന്ന് വലിയൊരു വിശേഷണം കൂടിയുണ്ട്. മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്തൊരു മഹാസ്വപ്നവും ഭഗവതിക്ക് മുന്നിൽ സമർപ്പിച്ച് വരം നേടിയെടുക്കാൻ ഇതിനേക്കാൾ വലിയൊരു ദിനമില്ല. മനസ്സ് ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സഫലമാകും എന്ന് നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ നെഞ്ചുരുകി ആഗ്രഹിച്ച് നാളത്തെ പൗർണമി ചന്ദ്രനോട് പ്രാർത്ഥിച്ചാൽ അത് നടന്നിരിക്കും. അത്രയ്ക്ക് ശക്തിയുള്ള വഴിയാണിത്. ഡയറി എഴുതുന്ന ശീലമുണ്ടെങ്കിൽ കുറിച്ചു വെച്ചോളൂ. നാളെ പ്രാർത്ഥിക്കുന്ന കാര്യം നടന്നിരിക്കും. മറ്റൊരു വലിയ സന്തോഷ വാർത്ത കൂടി അറിയിക്കട്ടെ. നാളത്തെ ഈ മഹാപൗർണമി പ്രമാണിച്ച് എൻ്റെ വകയായി പ്രത്യേക ഭഗവതി പൂജ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. സന്ധ്യയ്ക്ക് 6:15-നും 6:40-നും ഇടയിലാണ് ഇവിടുത്തെ പൂജാ മുഹൂർത്തം. ആ സമയം തന്നെ നിങ്ങളും വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എത്രയോ വലിയൊരു പുണ്യമാണ് അവിടെ നിങ്ങളുടെ പ്രാർത്ഥനയും. ആയിരക്കണക്കിന് ഭക്തരായ നമ്മളെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നാളെ അമ്മ മഹാമായ പൂജിക്കാൻ പോവുകയാണ്. അതിനാൽ എല്ലാവരും നാളെ സന്ധ്യയ്ക്ക് 6:15-നും 6:40-നും ഇടയിൽ തന്നെ വീട്ടിൽ വിളക്ക് തെളിയിക്കുക. അതിനുശേഷമാണ് നമ്മൾ ചന്ദ്രദർശനത്തിന് തയ്യാറെടുക്കേണ്ടത്. രാത്രി 7:40-ന് മുൻപ് ഒരു കാരണവശാലും ചന്ദ്രനെ നോക്കരുത്. 7:40 മുതൽ രാത്രി 11:10 വരെയുള്ള സമയത്തിനകത്താണ് ചന്ദ്രദർശനം നടത്തേണ്ടത്. 7:40-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്തിറങ്ങാം. എങ്കിലും കൃത്യമായി ഒരു 8 മണിയോടെ വീടിൻ്റെ ടെറസിലോ അപകടമില്ലാത്ത ഒഴിഞ്ഞ ആകാശക്കാഴ്ച കിട്ടുന്ന ഇടത്തോ പോയി ശാന്തമായി ദർശനം നടത്തുക. അപ്പോഴാണ് ആ ദർശനത്തിന് പൂർണ്ണമായ ഭഗവതീഭാവവും ഫലവും കൈവരുന്നത്. അതിപ്രധാനമായ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ചന്ദ്രദർശനത്തിന് പോകുമ്പോൾ ഒരിക്കലും വെറുങ്കയോടെ പോകരുത്. അതൊരു മഹാദോഷമാണ്. അതിന് കൃത്യമായ ചിട്ടയുണ്ട്. പൂജയ്ക്കായി ഒരു താലം അഥവാ വട്ടപാത്രം എടുക്കുക. അതിൽ കുറച്ച് പച്ചരി എടുക്കുക. പച്ചരി ഇല്ലെങ്കിൽ സാധാരണ അരി. അതിന് മുകളിലായി 3 കഷ്ണം ഉണക്കമഞ്ഞൾ വെക്കുക. ഇതില്ലെങ്കിൽ ചെറിയ പാത്രത്തിൽ മഞ്ഞൾപ്പൊടി കൂടെ 3-5 നാണയത്തുട്ടുകൾ അഥവാ ചില്ലറ പൈസ അരിക്ക് മുകളിൽ സമർപ്പിക്കുക. ഈ 3 വസ്തുക്കളും അടങ്ങിയ താലം 2 കൈകൊണ്ടും
ഭക്തിയോടെ ഏന്തിപ്പിടിച്ച വേണം ദർശനത്തിന് പോകാൻ. ആകാശത്ത് പൂർണ്ണചന്ദ്രനെ കാണുന്ന ആ ആദ്യ മുഹൂർത്തത്തിൽ തന്നെ താലം ചന്ദ്രൻ നേരെ നീട്ടിപ്പിടിച്ച് 3 തവണ വട്ടം ചുറ്റി ആരതി ഒഴിയണം. ഒഴിയുന്ന സമയത്ത് ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം ഭക്തിയോടെ ചൊല്ലണം. അതിനുശേഷം താലം വശത്തേക്ക് മാറ്റിവെച്ച് ഇരുകൈകളും കൂപ്പി ഈ മഹാമന്ത്രം ചൊല്ലുക. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. അറിയാത്തവർ ഇതൊന്ന് എഴുതിയെടുത്തോ ഫോണിൽ നോക്കിയോ കൃത്യമായി തെറ്റില്ലാതെ ചൊല്ലുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിലുള്ള സകല ആഗ്രഹങ്ങളും സങ്കടങ്ങളും ആദികളും ഭഗവതിയോട് തുറന്നു പറയുക. അയ്യോ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചാൽ ഭഗവതി കോപിക്കുമോ എന്ന് കരുതി ഒന്നും മനസ്സിൽ ഒളിച്ചു വെക്കരുത്. നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ അമ്മയല്ലാതെ വേറെ ആരുണ്ട്? മക്കളുടെ ഉയർച്ച, ഗൃഹനാഥൻ്റെ ക്ഷേമം, ആയുരാരോഗ്യം, ധനക്ലേശങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ, ഒരു പിഞ്ചു കുഞ്ഞ് സ്വന്തം അമ്മയോട് എന്ന പോലെ സർവ്വകാര്യങ്ങളും ഭഗവതിയോട് ഉണർത്തിക്കുക. അമ്മ സർവത്തിനും പരിഹാരം ഉണ്ടാക്കിത്തരും. അതുപോലെ നാളെ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുമ്പോൾ നിങ്ങളുടെ സമസ്ത ഗുരുക്കന്മാരെയും സ്മരിക്കാൻ മറക്കരുത്. നമ്മെ ആദ്യമായി അക്ഷരം പഠിപ്പിച്ച അമ്മ മുതൽ ജീവിതത്തിലും തൊഴിലിലും വഴിവിളക്കായ സകല ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ച് നിലവിളക്കിന് മുന്നിൽ നന്ദിയോടെ പ്രാർത്ഥിക്കുക. സാധ്യമെങ്കിൽ നാളെ 2 നെയ്വിളക്കുകൾ ചിരാതിൽ കത്തിക്കുന്നത് മഹാഭാഗ്യമാണ്. ഒന്ന് വീട്ടിലെ മഹാലക്ഷ്മി ചിത്രത്തിന് മുന്നിലും രണ്ടാമത്തേത് തുളസിത്തറയിലും വെക്കുക. വീടിൻ്റെ പ്രധാന വാതിൽ തുറന്നിടുക. സന്ധ്യാസമയത്ത് നല്ലതുപോലെ ചന്ദനത്തിരികൾ കത്തിക്കുക. സാധാരണ ദിവസത്തേക്കാൾ കുറച്ചധികം സമയം നിലവിളക്ക് എരിഞ്ഞു നിൽക്കാൻ ശ്രദ്ധിക്കുക. അതായത് രാത്രി 7:30 അല്ലെങ്കിൽ പൗർണമി ദർശനം കഴിഞ്ഞ് 8:30 വരെയോ ആകാം. എന്നാൽ വിളക്ക് കരിന്തിരി കത്തി അണഞ്ഞു പോകാൻ ഒരു കാരണവശാലും ഇടവരുത്തരുത്. വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ അഥവാ ഈ ശാനകോണിൽ നാളെ നിർബന്ധമായും ഒരു വെളിച്ചമോ ദീപമോ തെളിയിച്ചു വെക്കണം. ഭഗവതി എഴുന്നള്ളുന്ന പവിത്രമായ ദിശയാണത്. അതുപോലെ നാളത്തെ ദിവസം വീട്ടിലെ സ്ത്രീകൾ കുളിച്ച് ശുദ്ധിയായി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് മുല്ലപ്പൂവൊക്കെ ചൂടി ഐശ്വര്യത്തോടെ നിൽക്കുന്നത് വീട്ടിലേക്ക് സാക്ഷാൽ മഹാലക്ഷ്മിയെ ആനയിക്കുന്നതിന് തുല്യമാണ്. അവർക്ക് ദീർഘായാസും ആരോഗ്യാഭിവൃദ്ധിയും ഉണ്ടാകും. ഇനി അതിപ്രധാനമായ ആ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ആരും ഇത് വിട്ടുപോകരുത്. ഇതുപോലുള്ള അപൂർവ ആത്മീയ അറിവുകളും പുണ്യമുഹൂർത്തങ്ങളും തുടർന്നും നിങ്ങൾക്ക് തടസ്സമില്ലാതെ ലഭിക്കാൻ നമ്മുടെ ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുക. ഈ സന്ദേശം മറ്റുള്ളവർക്കും എത്തിച്ചു നൽകുക. വിളക്ക് കത്തിക്കേണ്ട സമയം 6:15-നും 6:40-നും ഇടയ്ക്കാണ്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ പ്രാർത്ഥിക്കാൻ ഓർക്കുക. മഞ്ഞൾ, അരി, നാണയം ഇത് 3-മായി നാളത്തെ ദിവസം ഭഗവതിയെ ദർശിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, മറുപടി നൽകുന്നതാണ്. ഈ അപൂർവ അവസരം ആരും കളയരുത്. എവർക്കും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ. നന്നായി വരട്ടെ.